പക്ഷെ നമ്മുടെ നാട്ടിലെ ഇപ്പോഴും 50 വയസ്സായിട്ടുള്ള ഒരാൾക്ക് അവരുടെ അമ്മ ജീവിച്ചിരിപ്പില്ല, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവര് ആ പ്രായത്തിൽ അവരെ പേരന്റ് ചെയ്യാൻ ചെല്ലും. 5:23 അമ്മക്കുട്ടി. ഞാടെ പാന്റ് എന്തിയെ? എന്തിനാ പാന്റ്? എനിക്ക് കാര്യം ഇഷ്ടം. അല്ലാതെ പാന്റെല്ലാം കഴുകാതെ ഇട്ടേക്കുന്നോണ്ടല്ല, പനി അടിച്ചു. തുമ്മല്. ഇന്നലെ തൊട്ടേ ഉണ്ട്. പനിയാവാനാണെന്ന് അറിയത്തില്ല. അല്ലെങ്കിലും അങ്ങനെ എനിക്കുണ്ട് ചെറുതായിട്ട്. അല്ലെങ്കിലും അങ്ങനെ നമ്മൾ ഒരു കാര്യം തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു നിർത്താൻ വേണ്ടി എന്തെങ്കിലും കാര്യം വരും. ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണ്? റൈറ്റ്. ഓക്കെ ടുഡേ റൈറ്റ് മിസ്റ്റർ അഭിമന്യു പ്രസാദ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് കേൾക്കുന്ന ആളുകൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. മനുഷ്യന്മാർക്ക് ഒരു വേവ് ഉണ്ടെന്ന് വെച്ചോ, മനുഷ്യന്മാരുടെ ദേഹത്തു നിന്ന് ഒരു വേവ് പുറത്തേക്ക് വരുന്നു വെച്ചോ. ഇപ്പൊ എൻ്റെ നിന്റെ വേവ് ഒരേപോലെയാണ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. പെട്ടെന്ന് അതിനകത്തിൽ നിന്റെ വേവിൽ ഒരു മാറ്റം വരുന്നു വെച്ചോ, അപ്പൊ അത് എൻ്റെ വേവുമായിട്ട് ഇന്റർസെക്ട് ചെയ്യും, കൂട്ടിമുട്ടും. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന പോലെ ഒരേപോലെ അല്ല എന്നുള്ളത് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന മനുഷ്യന്മാർക്ക് തമ്മിൽ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ഇന്നർ കണക്ഷൻ. പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്. സോ യു ആർ നോട്ട് ഓക്കെ, യു ആർ നെഗറ്റീവ് ടുഡേ. എനിക്ക് ഭയങ്കര നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. എടാ, ഈ ഏരിയയിൽ പന്നികൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് യുവർ ഒപ്പീനിയൻ? ഫോണും പിടിച്ച് എൻ്റെ കൂടെ നടക്കുന്നുണ്ടല്ലോ. 6 മണിയാകുമ്പോൾ കട തുറക്കും. അതുവരെ നീ വെയിറ്റ് ചെയ്ത് എനിക്ക് ചായ മേടിച്ചരാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ അതിന്റെ പറഞ്ഞു. ഓക്കെ അല്ലെങ്കിൽ ചായ മേടിച്ചരാന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ നമ്മുടെ ഇവിടുത്തെ പെട്രോൾ പമ്പാണ്. നമുക്കിടെ ഈ പേരന്റിങ് എന്ന് പറയുന്ന സംഭവമേ നമ്മൾ ഏത് പ്രായത്തിലാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത്? നല്ല ക്വസ്റ്റ്യൻ. ഒരാള് ശരിക്കും അഡൾട്ടായി തുടങ്ങിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ നാട്ടിലാണെങ്കിൽ 18 വയസ്സാകുമ്പോഴത്തേക്ക് പ്രായപൂർത്തി എന്നുള്ള സംഭവം ഉണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ അഡൾട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ തീരുമാനങ്ങളെയും അവരുടെ ജീവിത രീതികളെയും അവർ ചെയ്യുന്ന കാര്യങ്ങളെയും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് ആസ് എ പേരൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം. അവരുടെ ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്റ്റ് ചെയ്യുക. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും 50 വയസ്സായിട്ടുള്ള ഒരാൾക്ക് അവരുടെ അമ്മ ജീവിച്ചിരിപ്പില്ല, അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ആ പ്രായത്തിൽ അവരെ പേരൻ്റ് ചെയ്യാൻ ചെല്ലും. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടി നടക്കാൻ തുടങ്ങുമ്പം അത് ഉരുണ്ട് വീഴത്തില്ലേ, ഉരുണ്ട് വീണിട്ട് അത് വീണ്ടും എഴുന്നേറ്റ് നടക്കുമല്ലോ. ആ ഒരു മിസ്റ്റേക്ക് വരുത്തിയതുകൊണ്ടാണ് ആ കുട്ടിക്ക് ഇനി എങ്ങനെ വീഴരുത്, എങ്ങനെ നടക്കണം എന്നുള്ളതും പഠിക്കുന്നത്. പക്ഷേ അഡൾട്ടായി കഴിയുന്ന ഒരാൾക്ക് ആ മിസ്റ്റേക്ക് വരുത്താനുള്ള സ്പേസ് ആൾക്കാർ കൊടുക്കാറില്ല, പേരൻസ് കൊടുക്കാറില്ല. ഒരു മിസ്റ്റേക്ക് വരുത്തുമ്പോൾ അല്ലേ അവർ ഇങ്ങനെ അല്ലായിരുന്നു. മിസ്റ്റേക്ക് ഓൾവേസ് അത് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, നെഗറ്റീവായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ പേരൻറ്റിങ് എന്ന് പറയുന്ന ഒരാൾ അഡൾട്ടായി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യേണ്ടുന്ന സംഗതി തന്നെയാണ്. ഒരു 10-18 വയസ്സാകുമ്പം മിനിമം നിർത്തണം. ഞാൻ ഇയാളോട് പറഞ്ഞെന്തോ, ഇയാൾ ഓക്കെ അല്ലെങ്കിൽ എമ്മ കയറി ചായ മേടിച്ചതാണ്. ഇയാൾ അപ്പൊ പറഞ്ഞെന്തോ ഓക്കെ ആന്നല്ലേ, ഓക്കെ ആന്ന് പറഞ്ഞ ആൾക്കാർക്ക് ചായ ഇല്ല. എന്തിനായാലും ഇവനങ്ങ് എടുക്കുക കണ്ടന്റിന്. Day 7 കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു സക്സസ്ഫുള്ളി. എവിടായിരുന്നു നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. എവിടായിരുന്നു അമ്മച്ചി അപ്പനും? നാളെ അങ്ങോട്ട് വരുന്നതൊക്കെ സമുദ്രം കൊണ്ടുപോകണം ഇനി.